ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നത് ഒമാനിലെ ഒരു ഗ്രാമത്തേക്കാണ് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു ഒമാനീൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ. അപ്പോൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഒമാനികളുടെ ട്രഡീഷണൽ ഫുഡായ, അതായത് പെരുന്നാളിന് ഇവരുടെ പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു ഫുഡായ ഒമാനി ഷുവ എന്ന് പറയുന്ന ഒരു സാധനം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ പിന്നീട് പറഞ്ഞുതരാം. നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്, അതായത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. ഇവിടുത്തെ ചില ഏരിയകളൊക്കെ കണ്ടാൽ നമ്മളെ നാട് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ, വീടുകളൊക്കെ കണ്ടാൽ. അങ്ങനത്തെ നമ്മളത് കാണാൻ വേണ്ടി വന്നിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആടിനെ ഇവരുടെ പ്രത്യേക തരം മസാലയിൽ തേച്ചിട്ട് ഇത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ട് ചിലപ്പോൾ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ ഇത്രയും സമയം കഴിഞ്ഞിട്ട് പുറത്തെടുക്കുന്ന ഒരു കാഴ്ച കാണാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവരത് തുറന്നു, കണ്ടില്ലേ, ഓരോ കെട്ടായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവർ പുറത്തേക്ക് എടുക്കണേ. ഇവരിതേ ഇതിൻ്റെ അടയാളത്തിന് വേണ്ടി, അതായത് ആരുടെ മട്ടനാണെന്ന് അറിയാൻ വേണ്ടി അടയാളത്തിന് വേണ്ടിയിട്ടാണ് ഓരോ പെപ്സിയുടെ ഇതിൻ്റെ ക്യാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. صح جايين صح. لا 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 عقب غلطانين انتوا. هذيك مال مهلاله. هذيك فتحت. لا تحت. لا هذيك مالك؟ لا انت حمضيات. ايوه هو واحده، اي واحده. هي غيرها. هي مالكم، هي مالكم، هي غيرها. هذه مالكين. واحد برتقال حمضيات. هي مالك. انت هي مالك، هذه مالنا. هي مالي. خلاص خليه اوكي. هذه ما هذه مالنا، هذه الراس، هذه مالي. ايوه هذا ما حسين. هذه ما مالنا، هذه ما مالنا. هذه مالنا صحيح. فين هذه؟ ايوه فين ضبطينه؟ صار مخصوص ولا ذاك؟ അങ്ങനത്തെ നമ്മളുടെ കൂട്ടുകാരൻ്റെ ഒമാനിയുടെ വിഹിതവുമായിട്ട് ഞങ്ങളിത് അവരുടെ വീട്ടിലേക്ക് വന്നതാണ്. നമുക്ക് 3 കെട്ടുണ്ട് കേട്ടോ സംഭവം. അതൊരു ഗ്രില്ല് കൊണ്ട്, അതായത് കമ്പി കൊണ്ട് അത് പൊതിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ ഇത് കാണാനൊക്കെ അവിടുത്തെ മക്കളും അനിയന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടേ. ഞങ്ങളും അതിൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി കൂടിയിട്ട് ഞങ്ങളടുത്ത് അവർ പറഞ്ഞു, നിങ്ങളും വേണേൽ ഇതിൻ്റെ കൂടെ കൂടിക്കോ, ഞങ്ങൾക്ക് അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല, നിങ്ങൾ എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തോ എന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒമാനി ഫാമിലി ഇട്ടത്. ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫാമിലി മാത്രമല്ല, ഇവിടെയുള്ള ഒട്ടുമിക്ക ഒമാനികളും ഇങ്ങനെ തന്നെയാണ്, എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ്. അങ്ങനെ അത് പൊളിച്ചു കേട്ടോ, സംഭവം പൊളിച്ചേ. മട്ടൺ വലിയ വലിയ പീസുകളായിട്ട് ഇവരുടേതായിട്ടുള്ള ഒരു മസാല ചേർത്ത് വെച്ചിട്ട് ആദ്യം വാഴേൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ ഇവിടുത്തെ ഈന്തപ്പനേൻ്റെ ഇല കൊണ്ട് മെടഞ്ഞെടുത്ത ഒരു പായ കൊണ്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു ചാക്ക് കെട്ടി വെച്ച്, എന്നിട്ട് അത് പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി കൊണ്ട് പൊതിഞ്ഞിട്ടാണ് ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നത് കേട്ടോ സംഭവം. نفس اللحمه كلها. لا لا غير ماشي. يعني يحضروا معنا. لين ما قلتوا؟ هو ده والعمال. كل ما عرفوا. ما كذا ايوه അങ്ങനത്തെ എനിക്കൊരു കഷ്ണം കിട്ടി, ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. സംഭവം ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് കഴിക്കണം, നമുക്കൊരിക്കലും ഇത് ചിലപ്പോൾ പറ്റിക്കോളണമെന്നില്ല കേട്ടോ. എന്നാലും ആ ഒരു മീറ്റിൻ്റെ തനതായിട്ടുള്ള ഒരു രുചി ഇതിൻ്റെ അടുത്തുണ്ട് കേട്ടോ.
അങ്ങനെ അത് നമ്മളുടെ വീടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ വിസിറ്റേഴ്സ് ഹാളിലാട്ടോ നമ്മളിരിക്കണം. നമ്മളെ സൽക്കരിച്ച റൂമാട്ടത്. അടിപൊളിയായിരുന്നു. ഇത് നമുക്കുള്ള ഫുഡ് കിട്ടിയിട്ടുണ്ട്. നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു കവറിൽ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് അവിടെ കഴിക്കണത്. ഇങ്ങനെയാണ് ഇവരുടെ രീതി കേട്ടോ. അപ്പം നമ്മളും ആ രീതി അങ്ങോട്ട് ഫോളോ ചെയ്തേ. ഏകദേശം ഒരു പകുതിയോളായിട്ടോ കഴിച്ച് ആട് വറുത്തത് നോക്കാൻ പറ അമ്മേനോട്. ആ ആട് വറുത്തത് കഴിക്കാം. ഇങ്ങനെ കഷ്ണം എടുത്തിട്ട് കയറ് മൂറ് കയറ് ഒരു കഷ്ണം എടുക്കുക. ഏകാക്ക് യെസ്. ഇനി മാമിനാണ്. ഇനി മാമൻ